ലണ്ടനിലെത്തുന്ന ഓരോ സഞ്ചാരിയുടെയും സ്വപ്നമാണ് ഈ കാഴ്ച. നൂറ്റാണ്ടുകളുടെ ചരിത്രവും രാജകീയ പാരമ്പര്യവും ഇന്നും ജീവിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രാജകൊട്ടാരങ്ങളിലൊന്നായ ബക്കിംഗ്ഹാം പാലസ്. ഇന്ന് നമുക്ക് ഈ കൊട്ടാരത്തിന്റെ ചരിത്രവും പ്രത്യേകതകളും സമീപത്തുള്ള മനോഹരമായ സെന്റ് ജെയിംസ് പാർക്കും പരിചയപ്പെടാം. ഹലോ ഗേസ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ലൈഫ് വിത്ത് ആൽവിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ബക്കിംഗ്ഹാം പാലസിന്റെ വിശേഷങ്ങളാണ് പറയുന്നത്. ബ്രിട്ടീഷ് രാജാവിന്റെ ഔദ്യോഗിക കൊട്ടാരവും ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രാജകീയ വസതികളും ഒന്നാണ് ബക്കിംഗ്ഹാം പാലസ്. ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ കൊട്ടാരം കാണാനെത്തുന്നത്. അങ്ങോട്ട് പോകുന്ന വഴി, അതായത് നമ്മുടെ സെന്റ് ജെയിംസ് പാർക്കിന്റെ സൈഡിലൂടെയുള്ള ഒരു വഴി, അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണത്. ആയിരത്തി 1703 ഡ്യൂക്ക് ഓഫ് ബെക്കാം എന്നൊരു പ്രഭുവിനു വേണ്ടി നിർമ്മിച്ച വലിയ വീടായിരുന്നു ബക്കിംഗ്ഹാം പാലസ്. അന്ന് അതിന്റെ പേര് പറഞ്ഞത് ബക്കിംഗ്ഹാം ഹൗസ് എന്നായിരുന്നു. ആയിരത്തി 1761 കിങ് ജോർജ് മൂന്നാമൻ ഈ വീട് സ്വന്തമാക്കി തന്റെ ഭാര്യയായ ക്യൂൻ ഷാർലറ്റിന് സമ്മാനമായി നൽകി. കാലക്രമേണ ഒരുപാട് രൂപമാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ 1837 ക്യൂൻ വിക്ടോറിയ ഇവിടെ താമസം ആരംഭിച്ചതോടെയാണ് ബക്കിംഗ്ഹാം പാലസ് ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയായത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരുപാട് ആക്രമണങ്ങൾ ഈ കൊട്ടാരത്തിന് നേരെ ഉണ്ടാകുകയും പല നാശനഷ്ടം ഉണ്ടാകുകയും എങ്കിൽ കൂടി രാജകുടുംബം അത് പിന്നീട് പുനർനിർമ്മിച്ച് ഇന്ന് ഈ കാണുന്നതിൽ അതിമനോഹരമായി സംരക്ഷിക്കുന്നു. ഇന്ന് ലോകം മുഴുവൻ ബ്രിട്ടീഷ് രാജത്വത്തിന്റെ വലിയ പ്രതീകമാണ് ബക്കിംഗ്ഹാം പാലസ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ കൊട്ടാരത്തിന് മുമ്പിലുള്ള വിക്ടോറിയ മെമ്മോറിയൽ. സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഈ സ്മാരകം ക്യൂൻ വിക്ടോറിയയെ അനുസ്മരിക്കാൻ നിർമ്മിച്ചതാണ്. ബക്കിംഗ്ഹാം പാലസിൽ ആകെ 775 മുറികളുണ്ട്. അതിൽ 19 സ്റ്റേറ്റ് റൂമും 52 റോയൽ ബെഡ്റൂമും 188 സ്റ്റാഫ് റൂംസും 92 ഓഫീസും 78 ബാത്റൂംസും ഉൾപ്പെടുന്നു. ഇവിടെ വിദേശീയ രാഷ്ട്രീയ തലവന്മാർ രാജാവ് സ്വീകരിക്കുന്നതും രാജകീയ വിരുന്നുകൾ, അവാർഡ് വിതരണ ചടങ്ങുകൾ, നയതന്ത്ര യോഗങ്ങൾ തുടങ്ങിയ നിരവധി പ്രധാന പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാകാം, രാജാവ് എല്ലായ്പ്പോഴും ഇവിടെ തന്നെയാണോ താമസിക്കുന്നതെന്ന്. അല്ല, ബക്കിംഗ്ഹാം പാലസ് ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക കൊട്ടാരമാണെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് പ്രധാനമായും ഔദ്യോഗിക ചടങ്ങുകൾക്കും വിദേശ നേതാക്കളെ സ്വീകരിക്കുന്നതിനുമാണ് ഉപയോഗിക്കുന്നത്. കൊട്ടാരത്തിന്റെ മുകളിൽ റോയൽ സ്റ്റാൻഡേർഡ് പതാക ഉയർന്നാൽ രാജാവ് കൊട്ടാരത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം.
അല്ലാത്ത സമയത്ത് യൂണിയൻ ഫ്ലാഗ് ആയിരിക്കും ഉയർന്നിരിക്കുക. ബക്കിംഗ്ഹാം പാലസ് സന്ദർശിക്കുന്നവർക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു ചടങ്ങാണ് ചേഞ്ചിങ് ഓഫ് ഗാർഡ്. രാജകുടുംബത്തിന് സുരക്ഷ നൽകുന്ന സൈനികരുടെ ഡ്യൂട്ടി ഔദ്യോഗികപരമായി കൈമാറുന്ന ചടങ്ങാണ് ചേഞ്ചിങ് ഓഫ് ഗാർഡ്. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കൃത്യമായ അച്ചടക്കവും പാരമ്പര്യവും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. അതിമനോഹരമായ സംഗീതത്തിന്റെ അകമ്പടിയോടെ സൈനികർ അവരുടെ ഡ്യൂട്ടി കൈമാറുന്ന കാഴ്ച അത് വളരെ മനോഹരമാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നുകൂടിയാണ് ചേഞ്ചിങ് ഓഫ് ഗാർഡ്. ഇവരോട് എന്തൊക്കെ പറയുന്നുണ്ട്. Up late, missed the morning glaze, but the sunlight hits in so many ways. ബക്കിംഗ്ഹാം പാലസിന്റെ തൊട്ടടുത്തായിട്ടാണ് സെന്റ് ജെയിംസ് പാർക്ക് വരുന്നത്. ലണ്ടനിലെ ഏറ്റവും പഴക്കമുള്ള റോയൽ പാർക്കുകളിൽ ഒന്നാണ് സെന്റ് ജെയിംസ് പാർക്ക്. നമ്മളങ്ങനെ സെന്റ് ജെയിംസ് പാർക്കിൽ വന്നപ്പോഴാട്ടോ രസകരമായ കാഴ്ചകളായിരുന്നു. ഇവർ തീറ്റ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 2-3 അവർ കയ്യിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട്. എന്തോ കാര്യമായിട്ട് കിട്ടിയ സ്ഥാനത്ത് അത് കിട്ടും. പിടിക്കട്ടെ, അത് കുടിച്ച് നമുക്ക് എൻജോയ് ചെയ്യാം. നമ്മുടെ സൗരഭ ഇതിൻ്റെ ലേക്കിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഒരരെണ്ണം അടുത്തോടെ പോകുന്നുണ്ട്. അതിനൊക്കെ ആസ്വദിച്ച് ഇത് ചായ കുടിക്കുകയാണ്. ഈ പാർക്കിന്റെ മെയിൻ അട്രാക്ഷൻ എന്നത് ഇവിടെ വലിയൊരു തടാകവും അതിലുള്ള ഹംസങ്ങളും താറാവുകളും പൈക്കിൻ പക്ഷികളുമാണ്. അതിനോട് ചേർന്ന് മനോഹരമായൊരു പൂന്തോട്ടവും.
ഇത് മുമ്പൊരു വലിയ പാർക്കായിരുന്നില്ല. 1532 കിങ് ഹെൻറി എന്നൊരു രാജാവ് അവരുടെ വേട്ടയാടലിന് വേണ്ടി നിർമ്മിച്ചൊരു കാടായിരുന്നു. പിന്നീട് ഇത് ഒരു വലിയ പാർക്കായി മാറ്റുകയായിരുന്നു. Under the boughs where the shadows play, the wind hums songs at the break of day. Whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language. ഈ കാണുന്നതാണ് സോൾജിയൻ മെമ്മോറിയൽ. രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ധീര സൈനികരുടെ ഓർമ്മയ്ക്കായാണ് ഇത് നിർമ്മിച്ചത്. ബ്രിട്ടന്റെ ചരിത്രവും സ്വാതന്ത്ര്യ സംരക്ഷണത്തിനും സൈനികർ നൽകിയ ത്യാഗം എന്നും ഓർമ്മിക്കപ്പെടുന്നു. ഇത്തരം സ്മാരകങ്ങൾ ആ ത്യാഗത്തിന്റെ പ്രതീകമാണ്. ഇപ്പൊ ഗേസ്, നമ്മുടെ ബക്കിംഗ്ഹാം പാലസ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും നമ്മുടെ ലണ്ടന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. അപ്പം അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. അപ്പം നമ്മുടെ കൂടുതൽ വീഡിയോകൾ അറിയുവാനും വിശേഷങ്ങൾ പങ്കുവെക്കുവാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഗേസ്.